സ്പെഷ്യൽ സ്നാക്കാണ് ഞങ്ങൾക്ക്. നമ്മുടെ ചാനലില് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഈ വിഭവം എല്ലാരും ഉണ്ടാക്കി നോക്കട്ടെ അല്ലേ? ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 200 മില്ലി അളവിലുള്ള ഒരു ഗ്ലാസ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് സ്വല്പം ഉപ്പും 1 സ്പൂണ് ചെറിയ ജീരകവും പിന്നെ 1 സ്പൂണ് വെളിച്ചെണ്ണയും. അത് നമ്മുടെ ചപ്പാത്തി പൊറോട്ടക്കുള്ള ആ ഒരു കുഴച്ച് വെക്കുക. കുഴച്ചിട്ട് 1 മണിക്കൂർ നമ്മൾ വെക്കണം. ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം പാർന്നാൽ മതി. വെള്ളം അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പരത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ വിചാരിച്ച പോലെ റെഡി ആയി കിട്ടില്ല. അപ്പൊ വെള്ളം പാകത്തിന് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ സംഭവം റെഡി ആയിട്ട് ഇനി ഇത് അടച്ചു വെക്കാൻ പോവാണ്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി എടുക്കും. അപ്പൊ ഇതിന്റെ മസാലകൾ നമ്മളെടുത്ത് ഞാൻ കുറെ മസാലകൾ ഉണ്ടാക്കി വെക്കാറുള്ളതാണ്. ഇത് നമ്മുടെ സമൂസ മസാല തന്നെയാണ്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചും കുറച്ച് മല്ലിയില ഇട്ട് ഒന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് ഹാർഡാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഷേപ്പ് കിട്ടാൻ നമ്മൾ വിചാരിച്ച പോലെ അതുകൊണ്ട് ആയി കിട്ടും. അപ്പൊ അത് റെഡിയാണ്. അപ്പൊ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിഞ്ഞ് നല്ലവണ്ണം അങ്ങോട്ട് പരത്താണ്. നമ്മുടെ ചപ്പാത്തി പരത്തുന്ന അതേപോലെ തന്നെ മൈദപ്പൊടി ഇട്ടിട്ടാണ് പരത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതാണ് കുറച്ചും കൂടി ബെറ്റർ. പരത്തി കഴിഞ്ഞിട്ട് നമുക്കിതിനെ ഷേപ്പ് ആക്കണം, റൗണ്ട് ആക്കി മാറ്റണം. അതിനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടും എൻ്റെയൊക്കെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഒരു പാത്രത്തിന്റെ പ്ലാസ്റ്റിക് ഡബ്ബയാണ് ചെറിയ, അതിലാണ് അത് മുറിച്ച് സൈസാക്കുന്നത്. അപ്പൊ അത് ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് സംഭവം. ഇത് നമ്മളെ ബ്ലേഡ് ഉണ്ട്, പിസ്സ ബ്ലേഡ്. അതുകൊണ്ട് ഞാൻ ഇതിനൊരു 8 പീസാക്കാണ്. ഇതിനിങ്ങനെ കുത്തുകുത്തുണ്ട്, അത് ചെറിയ ജീരകമാണ്. ഇങ്ങനെ 8 പീസാക്കി വെക്കുക. ഒരു കത്തി എടുത്തിട്ട് ഞാൻ ചെയ്ത പോലെ ഇങ്ങനെ ഒരു 3 വരെ ഇങ്ങനെ കൊടുക്കുക. ഒന്ന് കീറാൻ വേണ്ടില്ല, അധികം നീളം വേണ്ട. ഒരു 3 എണ്ണാക്കി വരച്ചു വെക്കുക എല്ലാതിൻ്റെ മുകളിലും. ഇനി ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇങ്ങനെ കുറച്ച് മസാല അധികം വെച്ച് പോരുത്. അത് കാരണം നമ്മള് അധികം വെച്ച് കഴിഞ്ഞാൽ വെളുക്കി ചെയ്തു ഇതുപോലെ ഇങ്ങനെ ഒരു കീറലിങ്ങനെ വരും, ഉണ്ടല്ലേ? അങ്ങനെ ഓരോന്ന് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സിംഗിളായിട്ട് മാറ്റി വെച്ചും ചെയ്യുക. ഇത് മണ്ണെന്ന് വെച്ചിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. ഇതേപോലെ അങ്ങോട്ടേക്ക് മടക്കിയിട്ട് മറ്റേ ഭാഗത്ത് വെച്ചിട്ട് ഗ്യാപ്പില്ലാത്ത മോഡലായിരിക്കണം അതിന്റെ എൻഡുകൾ. ഇത് ലാസ്റ്റ് പീസാണ്. മസാല വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അധികം മസാല ആയി പോകരുത്. കാരണം വെച്ചാൽ പിന്നെ അത് പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. ഇതേപോലെ ഇങ്ങനെ ആക്കുക, ഒന്നവിടെ ജാമാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അതിന്റെ കോർണർ ഇതേപോലെ ഒന്ന് എൻ്റെ അതിനുള്ളിലേക്ക് എണ്ണ കയറി പോകരുത്. എണ്ണ കയറി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് പോയി പോകും. അപ്പൊ അത് അതിന്റെ ലാസ്റ്റ് പീസ് ഇങ്ങനെ അതിന്റെ വക്കൊക്കെ ഉണ്ടാവും, അതിനെന്ത് ചെയ്യും ഇതേപോലെ അങ്ങനെ ആക്കിയിട്ട് ഒന്ന് റോൾ ചെയ്താൽ മതി. ഇതിന്റെ എൻഡ് ഞാൻ മുറിച്ച സമയത്തുള്ള പീസാണത്. അപ്പൊ ഇതാണ് സംഭവപ്പോൾ. ഇത് നല്ല ചൂടുള്ള എണ്ണ, നമ്മളെ സമൂസ പൊരിക്കുന്ന അതേ ഒരു സിസ്റ്റത്തിൽ തന്നെ പൊരിച്ചാൽ മതി. ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം മറിച്ചിടുക, പിന്നെ ഒന്ന് തീ ഒന്ന് കുറക്കുക, പിന്നെയും മറിച്ചിടുക. ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. മസാല നിങ്ങളുടെ സൗകര്യം പോലുള്ള എന്ത് മസാല അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ നമ്മുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി സ്നാക്കുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.